ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. റാഗി ഉണ്ടയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ റോസ്റ്റഡ് ആയിട്ടുള്ള റാഗി പൗഡർ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മളൊരു പാനിലേക്ക് 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ 1/2 ടീസ്പൂണോളം നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ നമ്മൾ ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂണോളം നമ്മൾ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഉള്ളി നമ്മൾ ചെറിയ സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി എല്ലാം അവിടെ ഒരേപോലെ യോജിപ്പിച്ചെടുക്കണേ. നമ്മളൊരു പാനിൽ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ട കുഴച്ചെടുക്കണേ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് നല്ല പോലെ വെള്ളം തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പാനിലേക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളം കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണേ, നമ്മൾ മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണില്ല. നമുക്കിനി കുഴച്ച് നമുക്ക് ഒരുപോലെ ഉണ്ടകളാക്കി എടുക്കാനുള്ളതാണ് കേട്ടോ. അത് ഇത്തിരി ചൂടുണ്ട്, അപ്പം നമ്മളതൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിത് ഇതുപോലെ നമ്മളിങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബൗൾസ് ആക്കി എടുക്കാം. ചെറിയ ചെറിയ ബൗളുകളാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ വെന്ത് കിട്ടാനാണെങ്കിൽ നമുക്ക് കഴിക്കുമ്പോഴും ടേസ്റ്റ് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ബൗളുകളാക്കി എടുക്കുന്നുണ്ട് എല്ലാം തന്നെ. ഇത് രാവിലെ മാത്രമല്ല കേട്ടോ, നമുക്ക് വൈകിട്ട് 4 മണി പലഹാരമൊക്കെ ആയിട്ട് കഴിക്കട്ടെ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ അതേ നമ്മളെല്ലാം ഇങ്ങനെ ബൗളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ നമ്മളൊരു ഇഡ്ഡലി തട്ടിൽ നമ്മളൊരു ഇല വെച്ചിട്ടാട്ടോ എപ്പോഴും ചെയ്യണേ. അപ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമുണ്ട്. നമ്മൾ ഒരിലയിൽ നമ്മളിതെല്ലാം ബൗളുകളും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അധികം നേരമൊന്നും വേണ്ട കേട്ടോ, ഒരു 5 മിനിറ്റ് നേരം ആവി കൊണ്ടാൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കാരണം നമ്മൾ ചൂടുവെള്ളത്തിലല്ലേ ഇത് കുഴച്ചെടുത്തിരിക്കണേ, അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. നമ്മളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഇനി വേവിച്ചെടുക്കാം കേട്ടോ. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ടാട്ടോ നമ്മൾ വേവിച്ചെടുത്തരണേ. അപ്പോൾ അതേ നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് തന്നെയെല്ലാം നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് വെക്കാം കേട്ടോ. രാവിലെ നമ്മൾ ദോശയ്ക്ക് ഇഡലിക്കൊക്കെ പകരമായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് നല്ലതാണ്. ചെറിയ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അവരുടെ ബോണിൻ്റെ വളർച്ചയ്ക്കാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് റാഗി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നിങ്ങളിത് ഈ ഒരു ഐറ്റം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ സ്മൂത്തി ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്മൂത്തി ഒക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമ്മുടെ ഉണ്ട റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ചെറിയൊരു പണി കൂടിയുണ്ട്. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ കുറച്ച് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചെറിയൊരു സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 4-5 ഉള്ളി ചെറിയതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നുകൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂണോളം നാളികേരം ചിരക്കി വെച്ചതുണ്ട്. അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നാളികേരമൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അത് ടേസ്റ്റ് കൂടുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ, ബ്രൗൺ കളറൊന്നും ആക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലായിടത്തും ഒരേപോലെ ആ ഫ്ലേവർ ആവാൻ വേണ്ടി നമ്മളെല്ലാവിടെയും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. 1 മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിക്കാം. ഇല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ ഒന്ന് എല്ലാവിടെയും ഒന്ന് ജസ്റ്റ് ഒരു 10-20 സെക്കൻഡ് നമ്മളൊന്ന് എല്ലാവിടെയും ഒന്ന് ആവുന്ന രീതിയിലൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ അടിപൊളി നമ്മുടെ റാഗി ഉണ്ട നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നോക്കൂ. അപ്പം നമുക്കിത് ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. നമുക്ക് തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാം, നല്ലതാണ്. ഈ കറിയൊക്കെ വേണമെന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ചമ്മന്തിയോ ഒക്കെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കടലക്കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. കടലക്കറിയുടെ കൂടെ കഴിക്കാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. തന്നെ കഴിക്കാനും നല്ലതാണ്. നമ്മൾ നാളികേരമൊക്കെ ചേർത്ത് വേണം തന്നെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണെന്ന് പറയാം. അപ്പോൾ നിങ്ങളിത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അറിയിക്കണേ.
അപ്പോൾ ഇനിയും ഇതുപോലെ നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.